നിലവിൽ രജിസ്ട്രേഷൻ വകുപ്പിനെ എത്ര മേഖലകളായി തിരിച്ചിരിക്കുന്നു? 4. തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്. വിപരീതമായി ഒരു ഉടമ്പടിയില്ലാതിരിക്കെ ഒരു ധനനിശ്ചയ ആധാരത്തിന് മുദ്രവില കൊടുക്കാൻ ബാധ്യസ്ഥൻ ആരാണ്? ധനനിശ്ചയം എഴുതി കൊടുക്കുന്ന ആളാണ്. പുതിയതായി ഒരു ചിട്ടി ആരംഭിക്കുന്നതിന് അനുവാദത്തിനായി രജിസ്ട്രേഷൻ വകുപ്പിൽ ആർക്ക് അപേക്ഷ നൽകണം? ജില്ലാ രജിസ്ട്രാർക്ക്. ദത്തെടുക്കുവാനുള്ള അധികാരപത്രം ഏത് ബുക്കിലാണ് രജിസ്റ്റർ ചെയ്യുക? 3-ാം പുസ്തകം, രജിസ്ട്രേഷൻ ആക്ട് 51A(b). സബ് ഡിസ്ട്രിക്ട് ലൈസൻസ് പുതുക്കാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? സബ് രജിസ്ട്രാർ. ആധാരം എഴുത്തുകാരുടെ ലൈസൻസ് ചട്ടങ്ങൾ ചട്ടം 23/3 കാണുക. ആലപ്പുഴ ടൗണിലെ സ്ഥാവര വസ്തുക്കൾ വില കൊടുക്കുന്ന ഒരാധാരത്തിൻ്റെ മുദ്രവില സാക്ഷ്യപ്പെടുത്തി കിട്ടുന്നതിന് ആരുടെ മുമ്പിലാണ് ഹാജരാകേണ്ടത്? മുദ്രപത്ര നിയമം 31 പ്രകാരം അധികാരം സിദ്ധിച്ച ഏതൊരാൾ മുമ്പാകെയും. അടുത്ത ചോദ്യം, കൊഡിസീൻ എന്നാൽ എന്താണ്? രജിസ്റ്റർ ചെയ്ത വിൽപത്രത്തിൻ്റെ അനുബന്ധമോ തിരുത്തലുകൾ വരുത്തുന്നതിനോ കൂടുതൽ വിശദീകരണങ്ങൾ ചേർക്കുന്നതോ ആയ വിൽപത്രം. അടുത്ത ചോദ്യം, 1000 രൂപ കടബാധ്യതയുള്ള ഒരു വസ്തു 1000 രൂപ പ്രതിഫലം രൊക്കം പറ്റി മറ്റൊരാൾക്ക് വിൽക്കുന്ന തീറാധാരത്തിന് വേണ്ടുന്ന മുദ്രവില. വസ്തു സ്പെഷ്യൽ ഗ്രേഡ് പഞ്ചായത്തിൽ ഉൾപ്പെടുന്നതാണ്. 200 രൂപയായിരുന്നു, ഇപ്പോൾ അതിന് 160 രൂപയേ ഉള്ളൂ. അടുത്ത ചോദ്യം, സാധാരണ ഉപയോഗിക്കുന്ന ഭാഷയിലല്ലാതെ തയ്യാറാക്കിയ ആധാരത്തിൻ്റെ ശരിപ്പകർപ്പും തർജിമയും ഫയലിംഗ് ഷീറ്റിൽ തന്നെ തയ്യാറാക്കണമോ? ഫയലിംഗ് ഷീറ്റിൽ തന്നെ തയ്യാറാക്കണം. മറ്റു ഭാഷകളിൽ എഴുതിയ ആധാരത്തോടൊപ്പം ഫയൽ ചെയ്യുന്ന തർജിമയ്ക്ക് എത്ര രൂപ ഫീസ് വേണം? 100 രൂപ. ഇപ്പോൾ 105 രൂപ ഫീസ്. പട്ടിക ക്രമത്തിൽ 2 കാണുക. ക്രമനമ്പർ 2 കാണുക. ഇനി 11-ാം ചോദ്യം, ജില്ലാ രജിസ്ട്രാർക്ക് ഏതെല്ലാം ആധാരം രജിസ്റ്റർ ചെയ്യാൻ അധികാരമുണ്ടോ? രജിസ്ട്രേഷൻ നിയമം 30-ാം വകുപ്പ് പ്രകാരം തൻ്റെ അധികാര പരിധിയിലുള്ള ഏത് ആധാരവും രജിസ്റ്റർ ചെയ്യാം. അടുത്ത ചോദ്യം, വിൽപത്രം രജിസ്ട്രേഷന് വേണ്ടി ഹാജരാക്കാൻ കാലപരിധിയുണ്ടോ? കാലപരിധിയില്ല. രജിസ്ട്രേഷൻ ആക്ട് 27 കാണുക. ഒരു ഇളകാത്ത വസ്തുവെ സംബന്ധിച്ച് ബാധ്യതാ സർട്ടിഫിക്കറ്റ് തപാൽ മാർഗം കിട്ടാൻ ആർക്കെല്ലാം അധികാരമുണ്ട്? തപാൽ മാർഗം നിശ്ചിത ഫീസ് അടച്ച് അപേക്ഷിക്കുന്ന ആർക്കും. 1998-ൽ 516/98 നമ്പരായി രജിസ്റ്റർ ചെയ്ത ഒരു ധനനിശ്ചയ ആധാരത്തെ 2001-ൽ 1012/2001 നമ്പറായി റദ്ദ് ചെയ്യുന്നു. പ്രസ്തുത 2001-ലെ 1012 നമ്പരായി രജിസ്റ്റർ ചെയ്ത ആധാരത്തെ വീണ്ടും 2008-ൽ റദ്ദ് ചെയ്യുന്നു. ആധാരം റദ്ദ് ആധാരം തന്നെയാണ്. വസ്തുവിന് വില കുറച്ച് കാണിച്ചതായി സബ് രജിസ്ട്രാർക്ക് ബോധ്യപ്പെട്ടാൽ മുദ്രപത്ര നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മേൽനടപടി സ്വീകരിക്കേണ്ടത്? 46. 1-ഉം 2-ഉം സൂചകങ്ങളുടെ ശരിപ്പകർപ്പ് കിട്ടാൻ ആർക്കെങ്കിലും അർഹതയുണ്ടോ? ആവശ്യമായ ഫീസ് അടച്ച് അപേക്ഷിക്കുന്ന ആർക്കും. സബ് രജിസ്ട്രാർ ഓഫീസിൽ ഉപയോഗിക്കുന്ന 4-ാം പുസ്തകത്തിന് നിയമപ്രകാരം എത്ര പേജുകളാണ് വേണ്ടത്? 120. 3-ാം പുസ്തകത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു വിൽപത്രം വിൽപത്രകർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ രജിസ്ട്രേഷന് വേണ്ടി ആർക്കെല്ലാം ഹാജരാക്കാം? വിൽപത്രകർത്താവ് തന്നെ ഹാജരാക്കണം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ആധാരം ഏത് പുസ്തകത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്? ആരാധനയ്ക്കുള്ള ഊഴം നിശ്ചയിക്കുന്ന ഒരു ആധാരം. 4-ാം പുസ്തകത്തിൽ. അടുത്ത ചോദ്യം, ഇടത് കൈ പെരുവിരൽ നഷ്ടപ്പെട്ട ഒരാളുടെ രജിസ്ട്രേഷൻ സമ്മതിക്കാൻ ഹാജരാക്കാവുന്ന ഒരു ആധാരത്തിൽ സബ് രജിസ്ട്രാർ പ്രസ്തുത കക്ഷിയുടെ ഏത് വിരൽ പതിപ്പ് എടുക്കും? ഇടത് കൈ ചൂണ്ടുവിരൽ പതിപ്പ് എടുക്കും. കേരള രജിസ്ട്രേഷൻ ചട്ടം പതിപ്പ് 30A കാണുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് ആധാരത്തിനാണ് സമ്മത ആധാരം അനുവദനീയമായിട്ടുള്ളത്? വിലയാധാരം. അടുത്തത് 1967-ലെ ഫയലിംഗ് ഓഫ് ട്രൂ കോപ്പീസ് നിയമം അനുസരിച്ച് ശരിപ്പകർപ്പുകൾ
ശരിപ്പകർപ്പിനോടൊപ്പം ഹാജരാക്കിയ ഒരു ആധാരം വസ്തുവിനെ സംബന്ധിച്ച പ്ലാൻ വരച്ചിട്ടുള്ളത് ഒരു അംഗീകൃത സർവേയർ തയ്യാറാക്കിയതല്ല എന്ന കാരണത്താൽ സ്വീകരിക്കാൻ വിസമ്മതിച്ചു. പ്ലാൻ ആർക്ക് വേണ്ടെങ്കിലും തയ്യാറാക്കാം. 23ാമത്തെ ചോദ്യം. രണ്ടാം പുസ്തകം താഴെ പറയുന്ന ഓഫീസിൽ സൂക്ഷിക്കുന്നു. സബ് രജിസ്ട്രാർ ഓഫീസിലാണ് രണ്ടാം പുസ്തകം സൂക്ഷിക്കുന്നത്. 24ാം ചോദ്യം. 10,000 രൂപയുടെ ഒരു രസീത് അത്രയും തുകയ്ക്കുള്ള ജാമ്യം ചേർത്ത് പറ്റുന്നു. ഈടാക്കേണ്ട മുദ്ര എത്ര രൂപ? 500 രൂപയുടെ മുദ്രപത്രം പ്ലസ് 1 രൂപയുടെ ഒട്ടുമുദ്ര. ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് നിലവിൽ പ്രാബല്യമില്ലാത്ത സംസ്ഥാനം. ഇപ്പോൾ ഇന്ത്യയുടെ സംസ്ഥാന പദവിയുള്ള എല്ലാ സ്ഥലത്തും നിയമം ബാധകമാണ്. ആക്ട് നമ്പർ 34/2019.